എനിക്ക് എൻ്റെ മുൻ ചിത്രങ്ങൾ ഗ്രീഷ്മം, ഒരു മെയ് മാസ പുലരിയിൽ, ഉണ്ണിക്കുട്ടന് ജോലി കിട്ടി തുടങ്ങിയ പൂത്തിരുവാതിരാവിലെ എൻ്റെ മലയാള ചിത്രങ്ങളെല്ലാം അന്തർദേശീയ മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവാർഡ് കിട്ടിയിട്ടില്ല. ഈ അവർ ലേഡി ഓഫ് ലൂർ എന്നുള്ള ചിത്രത്തിന് 3 അന്തർദേശീയ ചലച്ചിത്രോത്സവങ്ങളിൽ, ആദ്യം ഷാർജയിൽ വെച്ച് പോസ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി അറ്റ് ഷാർജ നടത്തിയിട്ടുണ്ടായി. അവർ നടത്തിയ ഒരു ആദ്യത്തെ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിൽ 110 പടങ്ങളിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരാണ് അതിൻ്റെ മെയിൻ പ്രേക്ഷകർ. അവർ ഗാലപ്പോളിലൂടെ, വേറെ ജൂറി ഉണ്ടായിരുന്നില്ല, മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഈ ചിത്രമാണ്. പിന്നീട് 2008 അക്വലൈഡ് ഫിലിം ഫെസ്റ്റിവൽ കാലിഫോർണിയ, അവിടെ ഓണർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞ ഒരു പുരസ്കാരം കിട്ടി. 2009 പോളണ്ടിലെ നിക്കോപ്പലോവ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടന്ന ഒരു ആത്മീയ ചലച്ചിത്രമേളയിൽ 2ാമത്തെ മികച്ച ചിത്രമുള്ള അവാർഡ്. അങ്ങനെ 3, ഇതൊന്നും ഞാൻ എൻ്റർ ചെയ്തല്ല, അതിൻ്റെ നിർമ്മാതാവ് എൻ്റർ ചെയ്ത് അവാർഡ് കിട്ടിയ ശേഷം അദ്ദേഹം എനിക്കൊരു ഇമെയിൽ ചെയ്യും ഈ അവാർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അങ്ങനെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ അതിന് ചില പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ ചിത്രം ഗ്രീഷ്മത്തിൽ പാട്ടുകളില്ലായിരുന്നു. എൻ്റെ 2ാമത്തെ ചിത്രമായ ഒരു മെയ് മാസ പുലരിയിൽ, അത് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ മനോഹരമായ 3 പാട്ടുകൾ അതിലുണ്ടായിരുന്നു. അതിൽ 2 പാട്ടുകൾ വളരെ, ഒരു പാട്ടൊരു ഇംഗ്ലീഷ് വേർഡ്സൊക്കെ ഉള്ളൊരു ക്രിക്കറ്റ് സോങ് ഉണ്ട്, അത് ഞാൻ തന്നെ എഴുതിയത്, ചിത്ര പാടിയത്. അത് വളരെ കൊച്ചു ഇതാണ്. മറ്റ് 3 പാട്ടുകളിൽ 2 പാട്ടുകൾ വളരെ ഇന്നും ആ സിനിമ ഓർമ്മിക്കപ്പെടുന്നത് ഇങ്ങനെ മോർണിംഗ് സമയത്ത് മലയമാരുതൻ രാഗത്തിൽ രവീന്ദ്രൻ മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ പുലകാല സുന്ദര സ്വപ്നത്തിൽ എന്നുള്ള പാട്ടിൻ്റെ പേരിലും ചിത്ര പാടിയത്, ദാസേട്ടനും ചിത്രയും കൂടി പാടിയ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വീശി. ഇതിൽ ഈ പുലകാല സുന്ദര സ്വപ്നത്തിൽ എന്നുള്ള പാട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ഗാനചിത്രീകരണം നടത്തിയെന്ന് എൻ്റെ ഓർമ്മ. ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ഡിന്നർ കഴിഞ്ഞ ശേഷം രേഷ്മ എന്ന മെയിൻ ക്യാരക്ടർ നന്നായി കോളേജിലെ ബെസ്റ്റ് സിംഗറാണ്, അപ്പോൾ നല്ല പാട്ടുകാരിയാണ്, അച്ഛനും നമ്മളെ ഏക മകളാണ്, അയൽവാസിയായ പത്രപ്രവർത്തകനാണ് മുരളി ചെയ്യുന്ന കഥാപാത്രം. അപ്പോൾ ഒരു ബർത്ത്ഡേക്ക്, ഈ കുട്ടിയുടെ ബർത്ത്ഡേക്ക് അയൽവാസിയെ കൂടി വിളിച്ചിട്ട് ഇവരൊരു ഡിന്നർ നടത്തിയിട്ട് ഇവരെല്ലാം കൂടി നിർബന്ധിക്കുക രേഷ്മ എന്നൊരു പാട്ട് പാടണം. അങ്ങനെ രേഷ്മ പാടുന്ന പാട്ടാണ് പുലകാല സുന്ദര സ്വപ്നം സിനിമയിൽ ഒരു. അപ്പോൾ ആ കുട്ടി തന്നെ ഒരു ടേപ്പ് റെക്കോർഡ് എടുത്ത് ഞാനിത് റെക്കോർഡ് ചെയ്ത് വെക്കാനും പോവുകയാണ് ഇന്നത്തെ പാട്ട് പറഞ്ഞിട്ട്. പിന്നെ അതൊരു ട്രാൻസിഷൻ സോങ് ആയിട്ട് മാറും. അവിടുന്ന് ആ വീടിൻ്റെ ഒരു സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് അല്ലെ ബാൽക്കണിയിൽ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ, അവിടെ വെച്ചിട്ടാണ് ആദ്യം ഈ കുട്ടി പാടുന്ന ഈ രംഗത്തു നിന്നാണ് തുടങ്ങുന്നത് നൈറ്റിൽ. പിന്നെ അതൊരു ട്രാൻസിഷൻ സോങ്ങാണ്. അതിലൂടെ ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകുന്ന പല വിഷ്വൽസും ഈ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. ആദ്യ സിനിമയിലെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ഈ നായകനും നായികയും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു രംഗമാണ്. അതൊരു ഡ്രീം സീൻ പോലെ വരുന്നതാണ്. അതൊരു ഔട്ട്ഡോറിൽ വെച്ചിട്ട് ഒരു പുൽമേടിൽ വെച്ചിട്ട് ചിത്രീകരിച്ചാണ്. അപ്പോൾ ആ സിനിമയിൽ എവിടെയും തന്നെ ഈ നായക കഥാപാത്രം നായിക തൊടുന്ന പോലുമില്ല. ഒരു പ്ലാറ്റോണിക് ലവാണ് മൊത്തം. അപ്പോൾ ആദ്യമായൊരു സ്പർശിക്കുന്നതും അല്ലെങ്കിൽ ആലിംഗനബദ്ധരാകുന്നതുമായിട്ടുള്ള ഇതാണ്. ഞാനും സിനിമയിൽ അങ്ങനെ ഒരു രംഗം എനിക്ക് തോന്നുന്നു ചിത്രീകരിക്കുന്നതിൻ്റെ ഒരു ജാള്യത എനിക്കുണ്ടായിരുന്നു. എൻ്റെ ആദ്യ സിനിമയായ ഗ്രീഷ്മം ഫസ്റ്റ് കോപ്പി പടം സെൻസർ ചെയ്യാവുന്നതിന് മുമ്പ് ആദ്യത്തെ കോപ്പി പ്രസാദ് ലാബിൽ കാണുമ്പോൾ മധു അമ്പാട്ട്, രാജേന്ദ്രൻ, പിന്നെ പടത്തിൻ്റെ പശ്ചാത്തല സംഗീതം ഒരുക്കിയ MB ശ്രീനിവാസൻ, മധു അമ്പാട്ടിൻ്റെ സഹോദരിയായ പ്രശസ്ത നടി വിധുബാല, മധു അമ്പാട്ടിൻ്റെ അച്ഛൻ പ്രൊഫസർ ഭാഗ്യനാഥ്, അമ്മ. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. മധുവിൻ്റെ ഫാമിലി മൊത്തവും MB ശ്രീനിവാസനും രാജേന്ദ്രനും ഞാനും കാണാൻ പോകുമ്പോൾ അവരുടെ ഒരു ഫാമിലി ഫ്രണ്ടായിരുന്നു NG ജോൺ. ജിയോ പിക്ചേഴ്സ് എന്ന് പറയുന്ന അന്നത്തെ നമ്പർ 1 ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഒരുപാട് ഹിറ്റ് മൂവീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് റിലീസ് ചെയ്തതാണ്. അദ്ദേഹവും വൈഫും കൂടി എന്നെ അനുമതി ചോദിച്ചിട്ട് ഭാഗ്യനാഥ് കൊണ്ടുവന്നിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹം തന്നെ ആ സിനിമ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ തയ്യാറായി. പക്ഷേ അതിനെ തുടർന്ന് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവായ ഗോപിനാഥിന് കിഡ്നി സംബന്ധമായിട്ടൊരു അസുഖം കാരണം വളരെ
അപ്രതീക്ഷിതമായി അദ്ദേഹം അകാല നിര്യാണം പ്രാപിച്ചു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിൽ അത്ര കാരണം ഇൻ്റർനാഷണൽ പനോരമയിലെ സെലക്ഷൻ നാഷണൽ ടെലികാസ്റ്റിന് അർഹത നേടിയിരുന്നു ആ ചിത്രം. 2.5 ലക്ഷം രൂപ 3 ലക്ഷത്തിന് താഴെ കളറിലെടുത്ത ഒരു സിനിമയാണ്. അതിൽ വർക്ക് ചെയ്തവരെല്ലാവരും തുച്ഛമായ പ്രതിഫലം എന്നും പറയാൻ പറ്റില്ല, എല്ലാവരും ഒരു ടീം വർക്ക് പോലെയായിരുന്നു. ഞാനും ആയാലും മധു അമ്പാട്ടായാലും ഭരത് ഗോപി ആയാലും അതിൽ വർക്ക് ചെയ്ത എല്ലാവരും തന്നെ പേരിനൊരു തുച്ഛവേതനം മാത്രം കൈപ്പറ്റിക്കൊണ്ട് ചെയ്ത ഒരു പടമാണ്. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ. അപ്പോൾ തുടർന്ന് ഞങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എനിക്ക് തന്നെ പോയിട്ട് ആ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, റിലീസ് എഗ്രിമെൻറ്റ്. അതുകൊണ്ട് പിന്നെ അത് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്ത 6 ലക്ഷം രൂപ അവരുടെ കുടുംബത്തിന് ലഭിക്കുകയുണ്ടായി. എൻ്റെ ആദ്യം റിലീസ് ചെയ്ത ചിത്രം എന്ന് പറയുന്ന തിയേറ്ററിൽ വരുന്ന സിനിമ രണ്ടാമത്തെ ചിത്രമായ ഒരു മേമാസപ്പുലരിയാണ്. നല്ല പല ചിത്രങ്ങളും പ്രേക്ഷകർ സ്വീകരിക്കാതെ പോവുകയും പിന്നീട് അവ ചരിത്രത്തിൻ്റെ ഭാഗമാകുകയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കുമിളകൾ പോലെ പെട്ടെന്ന് വന്ന് കുറച്ച് ദിവസം ഓടിയിട്ട് പിന്നെ വിസ്മൃതിയിലാണ്ട് പോകുന്ന ഇതുമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ കുപ്രസിദ്ധി ആയാലും കുഴപ്പമില്ല, നെഗറ്റീവ് പബ്ലിസിറ്റി മുഖേന വരുന്ന ചിത്രങ്ങളും നല്ല ചിത്രങ്ങളെന്നുള്ള രീതിയിൽ സിനിമാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പറഞ്ഞ് പെരുപ്പിച്ച്, എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, മാധ്യമ പ്രവർത്തകരും സിനിമാ പ്രവർത്തകർ കുറേ പേർ, അതിൻ്റെ ഒരു അനുരണനം പ്രേക്ഷകരിൽ ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, കുറച്ച് സുപ്രസിദ്ധി നല്ല ഇപ്പോൾ കാര്യം ചെയ്തിട്ട് ഒരു പ്രസിദ്ധി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. എന്നാൽ തന്നെ സുപ്രസിദ്ധി നേടാൻ ശ്രമിക്കുക. കുപ്രസിദ്ധി നേടിയതുകൊണ്ട് തനിക്കും വേണ്ടപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഒരു ഭാരമായിട്ട് പിന്നെ ചരിത്രം വിധി എഴുതും. അത്രയും എനിക്ക് പറയാനുള്ളൂ.